അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ആരാണ്? നാം കഴിക്കുന്ന അപേക്ഷ നൽകുന്നവനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഹന്ന ദീർഘനാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ദീർഘനാളുകളായി ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അവൾ ദൈവത്തോട് കഴിച്ചത് ഒരു ബാലന് വേണ്ടിയായിരുന്നു അവളുടെ പ്രാർത്ഥന. അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണല്ലോ, സ്തോത്രം, ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. നമ്മുടെ ദൈവം ആരാണ്? പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനായ ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ പഠിപ്പിക്കുന്നത്, നാം ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. ദൈവത്തോട് നാം അപേക്ഷ കഴിക്കുക എന്നുള്ളത് നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. സ്തോത്രം. നീ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുക എന്നുള്ളത് നാം ചെയ്യേണ്ട കാര്യമാണ്. വചനം ഇങ്ങനെ പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് അപേക്ഷ സമർപ്പിക്കുന്ന ഒരു ദൈവപൈതല്ലേ, ദൈവത്തിന്റെ മുൻപാകെ കടന്നു വന്ന വാതുക്കൽ ആവശ്യത്തിന് വേണ്ടി മുട്ടുന്ന ഒരു ദൈവപൈതല്ലേ, തള്ളിക്കളയാത്തവനായ ദൈവം. ഇന്ന് പകൽക്കാലം നമ്മുടെ സകല ആവശ്യങ്ങളിൽ മേലും സ്വർഗത്തിലെ ദൈവം മറുപടി നൽകാൻ പോകുകയാണ്. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. അപേക്ഷയെ കൈക്കൊണ്ട് തന്നെ ജനത്തിനു വേണ്ടി മറുപടി നൽകുന്നവനായ ദൈവം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചിട്ടുള്ള സകല വിഷയത്തിന്മേലും, ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ കഴിച്ചിട്ടുള്ള സകല അപേക്ഷയുടെ മേലും ഇന്ന് പകൽക്കാലം സ്വർഗം അടിവരയിട്ട് അതിനകത്ത് സൈൻ ചെയ്യാൻ പോകുകയാണ്. ദൈവം നിങ്ങൾക്കായി മറുപടി നൽകും. പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ കഴിച്ച അപേക്ഷ, വേദനയുടെ നാളുകളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ കഴിച്ച ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങൾ, അതിന്മേൽ ഇന്ന് പകൽക്കാലം ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവമോ നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവനായ ദൈവമാണ്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, ഞാൻ എന്റെ ജനത്തിന്റെ കണ്ണുനീർ കണ്ടു, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. നിലവിളി കേൾക്കുകയും കണ്ണുനീരിനെ കാണുകയും ചെയ്യുന്ന വലിയവനായ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സകല പ്രശ്നത്തിന്മേലും നിങ്ങളുടെ സകല വിഷയത്തിന്മേലും ദൈവം പ്രവർത്തിക്കാൻ പോകുക. വിശ്വസിക്കുക, നിങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റും. നിങ്ങളുടെ അപേക്ഷയ്ക്ക് ദൈവം ഇന്ന് പകൽക്കാലം മറുപടി നൽകും. പ്രൈസ് ദി ലോർഡ്. അവിശ്വാസം വേണ്ട, വിശ്വാസത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറയുക. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അപേക്ഷയ്ക്ക് ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്. ഹന്ന ദൈവസന്നിധിയിൽ കഴിച്ചത്, അവൾ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്, അവൾ ദൈവാലയത്തിൽ വന്ന് കരഞ്ഞത്, പുരോഹിതന് പോലും അതേ കണ്ടത് വിശ്വസിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ സ്വർഗം അവളുടെ കണ്ണുനീരിനെ കണ്ടു, അവളുടെ വേദനയെ കണ്ടു, അവളുടെ മനോവ്യസനത്തെ കണ്ടെങ്കിൽ ഞാനും നിങ്ങളും കടന്നു പോകുന്ന എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളും കണ്ടു മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഈ ദിവസങ്ങളിൽ തളർന്നിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ തകർന്നിരിക്കുന്നത്, ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുക. നിങ്ങളുടെ സങ്കടങ്ങളെ ദൈവം മാറ്റും, നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കും. ആകയാൽ വിശ്വസിച്ചുകൊള്ളുക, നിങ്ങളുടെ സകല അപേക്ഷകളുടെ മേലും ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. മറുപടിക്കായി കാത്തിരിക്കുക. ദൈവം നിങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിക്കും. ആകയാൽ ഈ പകൽക്കാലം വിശ്വാസത്തോടെ ധൈര്യത്തോടെ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന മറുപടി സ്വീകരിപ്പാൻ നിങ്ങൾ ഒരുങ്ങുക. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.